നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്ലാമാബാദിൽ നാളെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കും. 40 ദിവസത്തിലേറെ നീണ്ടുനിന്ന യുദ്ധം. ഇരു രാജ്യങ്ങളും ഇതിൽ മടുത്തിരിക്കുന്നു. അമേരിക്കയും ഇറാനും രാഷ്ട്രീയമായി ഈ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇറാനെ അലട്ടുന്നത് ആഭ്യന്തര സാമ്പത്തിക ഘടകങ്ങൾ. അമേരിക്കയ്ക്ക് മടുത്തു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും അറബ് രാജ്യങ്ങൾക്കും സുരക്ഷ നൽകുകയാണ് ഇറാൻ ആക്രമിച്ച് തകർക്കുന്നതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ മറുവശത്ത് യൂറോപ്യൻ രാജ്യങ്ങളോ നാറ്റോ സഖ്യരാജ്യങ്ങളോ സഹായത്തിന് അമേരിക്കയ്ക്കൊപ്പമില്ല. ഇറ്റാലിയൻ പ്രധാനമന്ത്രി പോലും ട്രംപിനെ തള്ളിപ്പറയുന്നു. അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നു. എന്നാൽ പരസ്യയുദ്ധത്തിൽ ചേരാൻ അവരും മടിക്കുന്നു. വരുന്ന 20 വർഷത്തേക്ക് ആണവായുധ പദ്ധതികൾ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന വാദത്തിലാണ് ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ ചർച്ചകൾ പൊളിഞ്ഞടുങ്ങിയത്. ആണവായുധ രഹിത രാജ്യമെന്ന നിലയിൽ ആണവ വ്യാപന ഉടമ്പടിയിൽ ഇറാൻ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇറാൻ പ്രതിനിധി സംഘം തങ്ങളുടെ വാദങ്ങൾ ഉയർത്തിയത്. 2015 സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി പ്രകാരം ആണവായുധം വികസിപ്പിക്കില്ല എന്ന് രേഖാമൂലം ഉറപ്പു നൽകിയിട്ടുണ്ട് ഇറാൻ എന്ന് ഇറാൻ പ്രതിനിധികൾ പറഞ്ഞു. യുഎസും ഇസ്രയേലും ഇറാന് നേർക്ക് നടത്തിയ തീവ്രമായ ആക്രമണങ്ങൾ, ഇതിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിച്ച് തകർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആണവായുധ പദ്ധതികൾ വികസിപ്പിക്കാനുള്ള കഴിവ് ഉടൻ ഇറാൻ വീണ്ടെടുക്കുമെന്ന് അമേരിക്കയും കരുതുന്നില്ല. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഇറാൻ പൂർണ്ണമായി ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നത്. നേരത്തെ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ഇടപെടലുണ്ടായാൽ അമേരിക്കൻ സൈനികരുടെ ശവപ്പെട്ടികൾ അമേരിക്കയിലെത്തുമെന്നായിരുന്നു ഇറാൻ പ്രഖ്യാപിച്ചത്. അമേരിക്കൻ സൈനികരെ നരകത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു ഇറാന്റെ ആദ്യ മുന്നറിയിപ്പുകൾ. മരണച്ചുഴിയിൽ അകപ്പെട്ടതുപോലെയാകും ഹോർമുസ് കടലിടുക്കിലെത്തിയാൽ അമേരിക്കൻ നാവികസേനയെന്ന് ഇറാൻ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ 2 ദിവസമായി ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിവരിഞ്ഞു നിൽക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ. ഏറ്റവും ഒടുവിൽ ചബഹാറിൽ നിന്ന് പുറപ്പെട്ട 2 വാണിജ്യ കപ്പലുകളെ അമേരിക്കൻ സേന തടഞ്ഞിട്ടു. അമേരിക്ക ഹോർമുസ് കടലിടുക്ക് ഇത്ര ശക്തമായി പ്രതിരോധിച്ചിട്ടും ഒരു തിരിച്ചടിക്ക് ഇറാൻ ശ്രമിക്കുന്നില്ല. ഏതെങ്കിലും തലത്തിൽ ഇനി അമേരിക്കൻ സേനയെ ഇറാൻ ആക്രമിക്കാൻ മുതിർന്നാൽ ഇറാൻ നിലംപരിശാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇത് ഇറാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് എണ്ണക്കപ്പലുകളോ വാണിജ്യ കപ്പലുകളോ പുറത്തേക്ക് കടക്കുന്നില്ല. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഓരോ ദിവസവും തകർന്നടിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പ്രക്ഷോഭവുമായി തെരുവിലേക്കിറങ്ങും. ഭരണകൂടം വിറപൂണ്ടു. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം കാരണം ചൈന പോലെ ഇറാന്റെ സഖ്യകക്ഷികൾ പോലും ഇപ്പോൾ കടുത്ത ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നു. ആക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി, അതായിരുന്നു ട്രംപിന്റെ തന്ത്രം. ഒടുവിൽ അത് വിജയം കാണുന്ന കാഴ്ച നമ്മൾ ഹോർമുസ് കടലിടുക്കിൽ കാണുന്നു. മറുവശത്ത് ആഗോള ഭീകര രാഷ്ട്രമെന്നാണ് ലോകരാജ്യങ്ങൾ പൊതുവെ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആഗോള സമാധാന നിർമ്മാതാവായി സ്വയം ചമയുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഇറാനെയും അമേരിക്കയെയും വീണ്ടും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുത്തി സമാധാന ചർച്ച വിജയിപ്പിക്കാനുള്ള അവസാനവട്ട ചർച്ചകൾ നാളെ തുടങ്ങുമെന്ന് പാകിസ്ഥാൻ പറയുന്നു. എന്നാൽ നേരത്തെ ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിൽ വെച്ച് നടന്ന ചർച്ചയ്ക്ക് ശേഷം പാകിസ്ഥാൻ പൊടിയും തട്ടിപ്പോയി തങ്ങളുടെ വാടക പോലും തന്നില്ല എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോഴും യുദ്ധപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. മറുവശത്ത് സമ്പൂർണ്ണ രാഷ്ട്രീയ തകർച്ച അവർക്ക് നേരിടേണ്ടി വന്നിട്ടുമില്ല. ഭരണകൂടം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഭരണകൂടം യുദ്ധവിജയം ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഇസ്രയേലും അമേരിക്കയും നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഇറാന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇവ പുനർനിർമ്മിക്കണമെങ്കിൽ 1 ദശാബ്ദക്കാലമെങ്കിലും വേണ്ടിവരുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. 1990കളിലാണ് ചൈന ഇറാനിലേക്ക് ആണവ സെൻട്രിഫ്യൂജുകളും വസ്തുക്കളുമൊക്കെ നൽകിയത്. 1998ലാണ് പാകിസ്ഥാൻ ആണവ ബോംബ് പരീക്ഷണങ്ങൾ തുടങ്ങുന്നത്. ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ട ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ എത്തിയത് ചൈനയിൽ നിന്ന്. എണ്ണയ്ക്ക് പകരം ഇറാനിലേക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളുമൊക്കെ കൈമാറുന്നതിലും ചൈന ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ തന്ത്രപൂർവമായ നീക്കം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി അവരുടെ സാമീപ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് അസിം മുനീർ നടത്തുന്നത്. ഇതുവഴി ഗൾഫ് രാജ്യങ്ങളെ തങ്ങളുടെ സഖ്യത്തിലേക്ക് ചേർക്കാൻ പാകിസ്ഥാൻ കിടഞ്ഞു ശ്രമിക്കുന്നു. സുന്നി ഷിയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ഒരു സഖ്യ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ
പാകിസ്ഥാന്റെ ഒരു സഖ്യരാജ്യമായി നിലനിൽക്കുമ്പോൾ, എന്നാൽ അമേരിക്കൻ ചങ്ങാത്തത്തിലൂടെ തങ്ങളുടെ സൈനിക ശേഷി കൂടുതൽ കരുത്തുറ്റതായി മാറ്റാൻ പാകിസ്ഥാൻ ശ്രമം തുടരും. സമാധാന ചർച്ചകളുടെ മറവിൽ പാകിസ്ഥാന് സ്വാർത്ഥ താൽപര്യങ്ങളുണ്ട് എന്ന് വ്യക്തം. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന 40 മിനിറ്റ് സംഭാഷണം. ഇറാന്റെ ആണവ അഭിലാഷങ്ങളുടെ കാര്യത്തിലും ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിലും അമേരിക്കൻ സമീപനം തന്നെയാണ് ഇന്ത്യ വച്ചു പുലർത്തുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ അറിയിച്ചു. നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ആണവായുധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇറാനിൽ നിന്ന് US ഒരു ദീർഘകാല കരാർ നേടിയെടുക്കും. ഒരുപക്ഷെ അമേരിക്ക ഇച്ഛിച്ചതുപോലെ 20 വർഷ കാലയളവ് അമേരിക്കയ്ക്ക് നേടിയെടുക്കാൻ കഴിയും. ഇസ്രായേലിനെതിരെ ഇടയ്ക്കിടെ മിസൈൽ ആക്രമണങ്ങളും മറുവശത്ത് ഇസ്രായേൽ രാജ്യത്തോടുള്ള ഇറാന്റെ ശത്രുതയും ഇക്കാര്യവും ചർച്ചയിൽ ഉയർന്നുവരുമെന്നുറപ്പ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അവിശ്വാസം ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് JD വാൻസിന്റെ നിലപാട്. എന്നാൽ പരിഹരിക്കപ്പെട്ടാൽ ഇറാന് പല ഭാഗ്യങ്ങളും കൈവരുമെന്ന് JD വാൻസ് പറയുന്നു. ഇസ്ലാമാബാദിൽ ചർച്ചകൾക്കെത്താൻ ഇറാൻ പ്രതിനിധി സംഘം ഇപ്പോൾ ഭയപ്പെടുന്നു. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കായി പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നതിനിടയിൽ തിങ്കളാഴ്ച ഇറാൻ പ്രതിനിധി സംഘം അടിയന്തര സുരക്ഷാ ഭീഷണികൾ നേരിട്ടുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാൻ സംഘം വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട മാധ്യമ സ്ഥാപനം അൽ മയാദിൻ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. ഇറാൻ പ്രതിനിധി സംഘത്തിന്റെ വിമാനത്തിന് നേരെ ആക്രമണമുണ്ടാവാനുള്ള എല്ലാ സാധ്യതയും നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ വ്യോമസേനയോട് സുരക്ഷ ഇറാൻ ആവശ്യപ്പെട്ടത്. ഇറാൻ ഇന്റർനാഷണലാണ് ഇറാൻ പ്രതിനിധി സംഘം വല്ലാതെ ഭയന്നിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഹിസ്ബുള്ള മുഖപത്രത്തിന് കൈമാറിയത് മറാഠിയാണ്. ഞങ്ങൾക്ക് അമേരിക്കയെ വിശ്വാസമില്ല. അടുത്ത റൗണ്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്ക. ഇറാൻ പ്രതിനിധികൾ അമേരിക്കയ്ക്ക് മുന്നിൽ ചർച്ചാ മേശയ്ക്ക് ഇപ്പുറമിരിക്കുമ്പോൾ അവർ അവരുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഇറാൻ പ്രതിനിധി സംഘം പറയുന്നത്. അമേരിക്കൻ ഇസ്രായേൽ നീക്കങ്ങളെ പരമാവധി ദുർബലപ്പെടുത്തുകയാണിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ. എല്ലാറ്റിനുമൊടുവിൽ ഇറ്റലി ഇസ്രയേലുമായി ഒപ്പുവെച്ചിരുന്ന പ്രതിരോധ കരാറുകളിൽ നിന്ന് ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരവെ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്നാണ് ഇസ്രയേൽ ഇത്ര കടുത്ത തിരിച്ചടി ഇപ്പോൾ നേരിട്ടത്. ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ പുതുക്കൽ നിർത്തിവെക്കുകയാണ് എന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറയുന്നു. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളും ലിയോ മാർപ്പാപ്പയ്ക്കെതിരെ ട്രംപ് നടത്തിയ വിമർശനങ്ങളുമാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ എന്ന് ഇറ്റലി വിശദീകരിക്കുന്നു. 2006 ഇസ്രയേൽ വിപുലമായ ഒരു പ്രതിരോധ കരാർ ഇറ്റലിയുമായി ഒപ്പുവെക്കുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും കരാർ പുതുക്കും. പ്രതിരോധ വ്യവസായങ്ങൾ, സൈനികർക്കുള്ള വിദ്യാഭ്യാസം, പരിശീലനം, ഗവേഷണം, വികസനം, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിലെ സഹകരണമായിരുന്നു കരാറിന്റെ മുഖ്യ ആകർഷണം. യൂറോപ്പിൽ ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിലൊന്നാണ് മെലോനിയുടെ വലതുപക്ഷ സർക്കാർ. എന്നാൽ ഇപ്പോൾ കരാർ പുതുക്കില്ല എന്ന ഇറ്റലിയുടെ പ്രഖ്യാപനം ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുന്നു. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് ഇപ്പോൾ മറ്റ് വാണിജ്യ കപ്പലുകൾക്ക് അടുക്കാൻ രക്ഷയില്ല എന്നതാണ് ഹോർമുസിന്റെ അവസ്ഥ. US അനുമതി നൽകിയ ടാങ്കർ റിച്ച് സ്റ്റാറി ബുധനാഴ്ച ഗൾഫിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഹോർമുസ് കടലിടുക്കിലേക്ക് തിരിച്ചു കയറി. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലും US ഉപരോധം മറികടക്കില്ല എന്ന് അമേരിക്കൻ സെൻകോ പറയുന്നു. ഇറാനിയൻ തുറമുഖത്തേക്ക് വീണ്ടും തിരികെ പ്രവേശിക്കാൻ US സേനയുടെ നിർദ്ദേശം 6 കപ്പലുകൾ അംഗീകരിച്ചുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. US ഉപരോധത്തിന്റെ ആദ്യ ദിനം ചൊവ്വാഴ്ച ജലപാത മുറിച്ചു കടന്നത് 8 കപ്പലുകൾ. ഇറാനുമായുള്ള ഇടപാടുകളുടെ പേരിൽ റിച്ച് സ്റ്റാറി എന്ന കപ്പലിനെയും അതിന്റെ ഉടമകളായ ഷാങ്ഹായ് ഷുവാൻഡൻ ഷിപ്പിംഗ് കമ്പനിയെയും US ഉപരോധ പട്ടികയിൽപ്പെടുത്തി. 16 യുദ്ധക്കപ്പലുകളെയാണ് മേഖലയിൽ അമേരിക്ക സജ്ജമാക്കിയിരിക്കുന്നത്. ആധുനിക നാവിക യുദ്ധചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിച്ചുകൊണ്ട് USS ട്രിപ്പോളി എന്ന ഭീമൻ യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യൻ കടലിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു. വെറുമൊരു പടക്കപ്പലല്ല, ലൈറ്റനിങ് കാരിയർ എന്ന വിശേഷണമാണ് ഈ യുദ്ധക്കപ്പലിനുള്ളത്. ഇറാന്റെ പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കാൻ, തവിടുപൊടിയാക്കാൻ ഈ ട്രിപ്പോളിക്ക് എളുപ്പം കഴിയും. USS ട്രിപ്പോളിയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൽ വിന്യസിച്ചിരിക്കുന്ന F-35B ലൈറ്റ്നിംഗ് സ്റ്റെൽത്ത് വിമാനങ്ങൾ. സാധാരണ വിമാനവാഹിനി കപ്പലുകൾക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ നീളമേറിയ റൺവേകളും കാറ്റപുൾട്ട് സംവിധാനങ്ങളും വേണം.
എന്നാൽ F-35B വിമാനങ്ങൾ ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് വെർട്ടിക്കൽ ലാൻഡിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. അമേരിക്കൻ നാവികസേനയുടെ അമേരിക്ക ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട കപ്പലാണ് USS ട്രിപ്പോളി. ഇറാന്റെ തീരപ്രദേശങ്ങളിലുള്ള വ്യോമ പ്രതിരോധം റഷ്യൻ നിർമ്മിത S-300, ഇറാൻ സ്വന്തമായി വികസിപ്പിച്ച ബവർ 373 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അവർക്ക് തീരപ്രദേശങ്ങളിലുണ്ട്. എന്നാൽ F-35B സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ഇവയെ നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും. ഇതാണ് ഇറാന്റെ നെഞ്ചിടിപ്പ് ഉയർത്തുന്നത്. ഏകദേശം 2200 മറീനുകളാണ് USS ട്രിപ്പോളിയിലുള്ളത്. ഏത് അടിയന്തര സാഹചര്യങ്ങളിലും കരയിലിറങ്ങി യുദ്ധം ചെയ്യാൻ ഇവർക്ക് കഴിയും. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം പരിഗണിക്കുമ്പോൾ USS ട്രിപ്പോളിയുടെ വിന്യാസം ഇറാന് വലിയ തലവേദനയായി മാറും. ഏകദേശം 25,000 കോടി രൂപയുടെ യുദ്ധസാമഗ്രികളാണ് ട്രിപ്പോളിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഒരേ സമയം 20-ലധികം F-35B സ്റ്റെൽത്ത് വിമാനങ്ങളെ വഹിക്കാൻ ഈ യുദ്ധക്കപ്പലിന് കഴിയും. ഹെലികോപ്റ്ററുകൾ വെർട്ടിക്കലായി വന്നിറങ്ങുന്നത് പോലെ ഈ യുദ്ധവിമാനങ്ങൾക്ക് വെർട്ടിക്കലായി ലാൻഡ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സംഹാരമാണ് ഹോർമുസ് കടലിടുക്കിന്റെ പടിക്കൽ ഇറാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക വിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മറികടന്ന് ഒരു കരാറിലെത്താനുള്ള സാധ്യത തെളിയുന്നു. നിലവിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ഒരു നയതന്ത്ര പരിഹാരം അനിവാര്യമാണ് എന്ന് ഭരണകൂടം തിരിച്ചറിയുന്നു. എന്നാൽ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും നിയന്ത്രണങ്ങളില്ലാതെ തുറന്നു കൊടുക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഏതെങ്കിലും തലത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചാൽ അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ കൂടി ഇറാന് ഭയക്കേണ്ടി വരും. മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളോ ടാങ്കറുകളോ ഇനി ഇറാൻ തടയുകയാണെങ്കിൽ ഇറാനിയൻ കപ്പലുകളും ആ വഴിയിലൂടെ സഞ്ചരിക്കില്ല. അതാണ് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴത്തെ അവസ്ഥ. ഇറാൻ അമേരിക്കയുമായി ഒപ്പിടുന്ന സമാധാന കരാറിന് IRGCയുടെ പിന്തുണ വേണം. തുടക്കം മുതൽ ഇറാൻ പ്രതിനിധി സംഘത്തിന് ഇത്തരമൊരു ആത്മസംഘർഷം നേരിടേണ്ടി വന്നു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അരാഗ്ചിയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായി അമേരിക്കയുമായി ചർച്ചകളിൽ ഏർപ്പെടുന്നു. എന്നാൽ മറുവശത്ത് ഈ രാഷ്ട്രീയ നേതൃത്വവും റവല്യൂഷണറി ഗാർഡ് കോർപ്സും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം. പാകിസ്ഥാനിൽ ആദ്യവട്ടം നടന്ന ചർച്ചകളിൽ ഇറാനെ പിന്നോട്ട് പിൻവലിച്ചതിന് പിന്നിൽ IRGCയുടെ ഇടപെടലുമുണ്ടായിരുന്നു. ഇറാന്റെ രാഷ്ട്രീയ പ്രതിനിധി സംഘത്തിലെ 2 മുതിർന്ന റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരായ അഹമ്മദ് വാഹിദിയും അലി അബ്ദുല്ലാഹിയുമാണ് പല തടസ്സവാദങ്ങളും ഉന്നയിച്ചത്. കരാറിലെത്താൻ അധികാരമുള്ള ഒരു രാഷ്ട്രീയ സംഘം വന്നാൽ മാത്രമേ ചർച്ചകൾ വിജയിക്കൂ എന്ന് JD വാൻസ് വ്യക്തമാക്കി കഴിഞ്ഞു. ഏറ്റവും നിർണായകമായ നയതന്ത്ര നീക്കങ്ങൾ. മറുവശത്ത് യുദ്ധഘട്ടത്തിൽ അമേരിക്ക ഇപ്പോൾ പുറത്തെടുക്കുന്ന സമാനതകളില്ലാത്ത യുദ്ധതന്ത്രങ്ങൾ. ഒടുവിൽ ആ ചർച്ചാമേശയ്ക്ക് മുന്നിൽ സമാധാനം വിരിയുമെന്ന പ്രതീക്ഷ ലോകത്തിന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.